ഭൂസമരവുമായി ബന്ധപ്പെട്ട് വൈപ്പിൻ SNDP യൂണിയന്റെയും ശാഖകളുടെയും നേതൃത്വത്തിൽ ചെറായി ബീച്ച് മുതൽ മുനമ്പം ബീച്ച് വരെ മനുഷ്യച്ചങ്ങല തീർത്തു. മുനമ്പത്തെ ജനങ്ങൾ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് ചങ്ങല തീർത്തത്. SNDP യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളി ചങ്ങലയിൽ അണിചേർന്ന് ചങ്ങല ഉദ്ഘാടനം ചെയ്തു. 10,000-ഓളം പേർ ചങ്ങലയിൽ അണിനിരന്നു. സമരസമിതി നേതാക്കളായ സെബാസ്റ്റ്യൻ പാലക്കൽ, ബെന്നി കുറുപ്പശ്ശേരി എന്നിവരും സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ വിവിധ സംഘടനകളും മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു. നമസ്കാരം. മുനമ്പ് സമരത്തോടനുബന്ധിച്ചിട്ട് കാരണം ഇത്രയും ജനങ്ങൾ അണിനിരക്കുന്ന ഒരു സമരമാണിത്. കാരണം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരമാണിത്. അതിനകത്ത് ഞങ്ങൾ ചെറായി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തമാണ്. കാരണം ലോകകൂടത്തിൽ വന്നു കഴിഞ്ഞ് ഈ സാധനമൊക്കെ ഇനി ആര് കൊണ്ടുപോകുന്നതാണ് ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ ഉള്ള വിഷമം. അപ്പം അതിന് ഇന്നിപ്പോൾ വന്നാക്കുന്ന SNDPയുടെ ഉപാധ്യക്ഷൻ നമ്മളുടെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഞങ്ങളെല്ലാവരും കൂടി, ഞാനാണ് വരച്ചെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഉപഹാരം കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് എല്ലാവിധ ആശംസകളും ഈ സമരത്തിന് ഞങ്ങൾ നേരുകയാണ്. കാരണം ഇതൊരു വിജയത്തിലേക്ക് എത്തണം. അതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലില്ലിപ്പൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ചെറായി ബീച്ചിൻ്റെ ഒരു സംസ്കാരമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ഭക്ഷണശാലയാണ്. അതിനകത്ത് മിസ്റ്റർ വർഗീസ് ഉണ്ട്, ഞങ്ങളുടെ മുൻപഞ്ഞാറുണ്ട്, ടൈഗറുണ്ട്, കുഞ്ഞുമോനുണ്ട്. ഇവരെല്ലാവരും കാരണം ഈ കാണുന്ന തിരക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇതെങ്ങനെ വന്നാലും ഞങ്ങൾ ഈ ഭൂമി വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ ഇതിനോടൊപ്പമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഈ പടം കൂടി സമർപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഒരുപോലെ ഇരകളായിട്ടുള്ളതാണ്. പാവപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും ഇവിടെ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാവരും ഇതിൻ്റെ കൂടെ ഒരുപോലെ ഈ ആഘാതത്തിൽ പങ്കുചേരുന്നവരാണ്. കാരണം എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. പലരും വാടക കൊടുത്തും അല്ലാതെയൊക്കെ ഒത്തിരി രൂപ കൊടുത്തിട്ട് വാടക കൊടുത്ത് ലീസൊക്കെ എടുത്ത് നടത്തുന്നവരാണ്. അതിൽ ഒത്തിരി ബുദ്ധിമുട്ട് എല്ലാവരും നേരിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇതിനകത്ത് ഇരകളാണ്. എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് വേണം നമുക്ക് ഈ പ്രതിസന്ധിയെ നേരിടാൻ. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഒന്നിച്ചണി ചേരാം, ഒന്നിച്ചൊന്നായി അണിചേരാം. മുനമ്പത്തിന് വേണ്ടി ഐക്യദാർഢ്യം. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ 9 യൂണിയനുകളുടെ സഹകരണത്തോടെ നടത്തിയ മനുഷ്യ ചങ്ങലയും തുടർന്ന് നടത്തുന്ന സമര ഭടന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള ആ മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്.
ഈ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ വൈപ്പിൻ SNDP യൂണിയന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ TG വിജയൻ അവർകളെ, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള SNDP യോഗത്തിന്റെ ആദരണീയനായ അതിലേറെ സ്നേഹാരാധ്യനായ ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അവർകളെ, എറണാകുളം ജില്ലയിലെ 9 യൂണിയനുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രസിഡന്റുമാർ, യൂണിയൻ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ചെയർമാൻ, കൺവീനർമാർ തുടങ്ങി വനിതാ സംഘത്തിൻ്റെയും സംസ്ഥാന സാരഥികൾ, മറ്റു ആദരണീയരായ SNDP യോഗത്തിന്റെ കൗൺസിലർമാർ, ശാഖാ യോഗത്തിന്റെ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, സമുന്നതരായ നേതാക്കളെ, ശ്രീനാരായണീയരെ, നാട്ടുകാരെ, മുനമ്പം ഭൂസമരത്തിൽ ഏർപ്പെട്ടുള്ള സഹോദരങ്ങളെ, 1902 തിരുവിതാംകൂർ മഹാരാജാവ് ഗുജറാത്തിൽ നിന്നും കൊച്ചിയിൽ കുടിയേറിയ അബ്ദുൾ സേട്ട് എന്ന വ്യക്തിക്ക് 400-ൽ പരം ഏക്കർ ഭൂമി പാട്ട കരാർ നൽകുകയും അതിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും കടലെടുത്തു പോവുകയും തുടർന്ന് ഏതാണ്ട് 100-ൽ പരം ഏക്കർ ഭൂമി മാത്രമാണ് ഇന്ന് മുനമ്പത്ത് ബാക്കി നിൽക്കുന്നത്. അവിടെ വർഷങ്ങളായി ജീവിച്ചു വരുന്ന ജനങ്ങൾക്ക് അവർ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്നും അന്നത്തെ ഭൂമിയുടെ വില നൽകിക്കൊണ്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് കരമടച്ച് പോക്കുവരവ് നടത്തി എല്ലാവിധ അംഗീകാരത്തോടും കൂടി ജീവിച്ചു വന്നിരുന്ന അവർക്ക് ഈ 2022 മുതൽ കരമടക്കുവാൻ സാധിക്കാതെ വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിന് നൽകിയ കത്ത് പ്രകാരം അവരുടെ റവന്യൂ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇന്ന് ആ ഭൂമിക്ക് കരമടക്കുവാനോ ആ ആധാരം ചെയ്ത വസ്തു ബാങ്കിൽ പണയപ്പെടുത്തുവാനോ മറ്റു അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും അല്ലെങ്കിൽ ചികിത്സാ ആവശ്യത്തിനും വീട് പണിയുന്നതിനോ ഒന്നും ബാങ്കുകൾ ആ വസ്തു ഇന്ന് എടുക്കാൻ അല്ലെങ്കിൽ അത് പണയപ്പെടുത്തുവാൻ സാധിക്കാതെ ഒരു പ്രതിസന്ധിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവരുണ്ടാക്കി വെച്ച ഒരു സമിതിയുടെ ചെയർമാനുണ്ട്. ചെയർമാൻ്റെ, അതായത് സെബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സെബാസ്റ്റ്യനെ ആ സന്ദർഭത്തിൽ സെക്രട്ടറി മുന്നിൽ എത്തിക്കുകയും സെക്രട്ടറിയുമായിട്ട് അദ്ദേഹം ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് വിശദമാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് ഈ പ്രശ്നം കുറേയൊക്കെ മീഡിയ ശ്രദ്ധയിലൊന്നും പെടാതെ ഈ പ്രശ്നം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാതെ 1.5 വർഷക്കാലം നീണ്ടുപോയിട്ടുണ്ട്. അതിനിടയിൽ ഈ അടുത്ത കാലത്ത് എറണാകുളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ വഞ്ചി സ്ക്വയറിൽ വെച്ചിട്ട് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തി കൂടുതൽ ശ്രദ്ധ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു സമരം അവരാരംഭിച്ചു. അതിനെ തുടർന്ന് ചെറായിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് SNDP ഐക്യദാർഢ്യ സമ്മേളനവും ഒരു റാലിയും നടത്തി. തുടർന്ന് നമ്മുടെ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരാഹാര സത്യാഗ്രഹവും ആരംഭിച്ചു. ഇന്നിപ്പോൾ ഏകദേശം 1 മാസക്കാലം പിന്നിടുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രദേശവാസികൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നത് വരെ, അതായത് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ SNDP അവരുടെ പിന്നിലുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവരും കൂടി തീർത്തതിന് ശേഷമാണ് ഈ സമ്മേളന പരിപാടികൾ ആരംഭിച്ചത്. മനുഷ്യ ചങ്ങലയ്ക്ക് ശേഷം എല്ലാവരും തന്നെ അവർ വണ്ടിയിൽ വന്ന് അവരുടെ വീടുകളിലേക്ക് പോയി കഴിഞ്ഞുവെങ്കിൽ പോലും ഈ സമ്മേളനം നമ്മെ സംബന്ധിച്ച് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ടാണ്
ഈ സമ്മേളനം നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ മുനമ്പം പ്രദേശത്തെ 614 കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ SNDP യോഗം പോലുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ നൂറ്റാണ്ടിലേറെ കാലം പ്രവർത്തിച്ച ഈ മഹത്തായ സംഘടന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പിന്നോക്കക്കാരുടെയും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഈ ധർമ്മസമരത്തിൽ അണിചേരുകയാണ്. അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിലനിർത്താനും പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ ജീവിക്കാനും വളരാനും ഉയരാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ എല്ലാവരുടെയും പോലെ അവർക്കുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്ത് സ്വത്ത് സമ്പാദിക്കാനും അവിടെ നിയമപരമായി പൗരന്മാർക്കൊക്കെ ജീവിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. വഖഫ് ബോർഡിൻ്റെ അവകാശവാദം കടന്നു വരുമ്പോൾ അത് 614 കുടുംബങ്ങളെ ബാധിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ 902 തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് സത്താർ സേട്ടിന് പാട്ടത്തിന് കൊടുത്ത 414 ഏക്കർ. 950കളിൽ അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്തു, സിദ്ദിഖ് സേട്ടിന് കൊടുത്തു. സിദ്ദിഖ് സേട്ട് കോഴിക്കോട് ഫറൂഖ് കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി കണ്ടീഷൻ വെച്ചുകൊണ്ട് ഉപാധി വെച്ചുകൊണ്ടാണ് ഫറൂഖ് കോളേജിന് ഈ ഭൂമി കൈമാറിയത്. വഖഫ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലായി ഒരു ഉപാധിയുമില്ലാതെ നൽകേണ്ട ഭൂമിയാണ്. ആ ഫറൂഖ് കോളേജ് ഇവിടെ താമസക്കാർക്ക് അവർക്ക് തീർ കൊടുത്ത് കുഴിപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ സർക്കാരിൻ്റെ മുദ്രയും ഒപ്പുമൊക്കെ വാങ്ങി രജിസ്റ്റർ ചെയ്ത് പണം വാങ്ങിയ ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഒരു കാലത്തും ഇത് വഖഫായി ഒരിക്കലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്തതാണ്. ഇന്ന് നിരവധി മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ അവകാശവാദങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഇപ്പോഴും അമാന്തിച്ചു നിൽക്കുകയാണ്. TG വിജയൻ അവர்கள் മറ്റ് വേദിയിലും സദസ്സിലുമുള്ള SNDP യോഗത്തിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും യൂണിയൻ്റെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്വാഗത പ്രാസംഗികൻ അതുപോലെ അധ്യക്ഷമെല്ലാം ഇവിടുത്തെ പ്രസംഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുനമ്പക്കാരുടെ പ്രശ്നമായി ഒരിക്കലും നിങ്ങളിതൊക്കെ കാണരുത്. ഒരു വലിയ ഐസ്ബർഗിൻ്റെ ചെറിയ ഒരറ്റം മാത്രമാണ് നമ്മളൊക്കെ പുറത്തോട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയ സമുദായം ഈ ഇന്ത്യയിലേക്ക് തന്നെ കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സമുദായം ഉണ്ടായിരുന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ മുഴുവൻ ഈ പറയുന്ന അമ്പലങ്ങളുടെ കീഴിലുള്ള എല്ലാ പണ്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ തിരിച്ചെഴുതി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രശ്നം നിങ്ങൾ ചെറുതായി മനസ്സിലാക്കേണ്ടതാണ്. ഒന്നും വേണ്ട, തൊട്ടടുത്തുള്ള ഇരിങ്ങാലക്കുടയിൽ ചെന്നാൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ സ്ഥലമാണ് ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കോടതി ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഇരിക്കുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ വകയായിരുന്നു. ഇങ്ങനെ എത്രയോ 1000 ഏക്കർ സ്ഥലം കേരളത്തിൽ മാത്രം ഈ ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കുകയും അവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ സ്ഥാപനങ്ങളും മുസ്ലിം സമുദായ സ്ഥാപനങ്ങളും അവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമ്മളാരോടെ പോയി ആവശ്യപ്പെടുവാനോ ഇറങ്ങിപ്പോകാൻ പറയുവാനോ ആരും തയ്യാറായിട്ടില്ല. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്താ? ഏതെങ്കിലും സുൽത്താൻ ഏതെങ്കിലും വഴിക്ക് പോയി മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ അവന്റെ പടക്കം എടുത്തു വെച്ചു, വെടിക്കോപ്പ് വെച്ചാൽ ഉടനെ അവിടെ കൊണ്ടുവന്ന് കൊടിപോട് വഖഫ് ബോർഡ് പറയുകയാണ് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേട് ഈ മണ്ണിന്റെ മകൾക്ക് ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാനുള്ള അവകാശം നമുക്കില്ലേ? ഇവിടെ മാറി വന്ന സർക്കാരുകൾ, ഇവിടെ ഇടത് നിൽക്കുന്ന പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അവരാർജവത്തോട് മുമ്പോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തുണ്ടാകാൻ വേണ്ടി പോകുന്ന അനിശ്ചിതാവസ്ഥ നിസ്സാരമായിരിക്കില്ല. കേരളത്തിൽ ഇവരുദ്ദേശിക്കുന്ന സമുദായ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്
ഈ പറയുന്ന മറ്റ് മാറി നിൽക്കുന്ന സമുദായങ്ങളെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലേതാണ്ട് അവർ ഒരു 25% താഴെയാണെന്ന് സത്യാവസ്ഥ അവർ തിരിച്ചറിയണം. ഒരു വോട്ടിന് വേണ്ടി എന്തും കാണിക്കുന്ന ഒരു നിലപാട് നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. SNDP യോഗം സംബന്ധിച്ചോളം SNDP യോഗം എന്നും സംഘടന എന്ന സംവിധാനം ഇന്ന് SNDP യോഗം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അന്ന് തുടങ്ങിയ കാലഘട്ടം മുതൽ മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന സാധാരണക്കാരൻ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അന്ന് സമരങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്തതാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് കേരളത്തിലെ 3 യൂണിയനുകൾ സഹകരണത്തോടുകൂടിയാണ് ഈ സമ്മേളനം ഇന്ന് ഇവിടെ നടത്തിയ മനുഷ്യച്ചങ്ങല നടക്കുകയുണ്ടായത്. 30ഓളം യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഇവിടെ വന്നാലുണ്ടാകാൻ വേണ്ടി പോകുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ എന്താണെങ്കിലും ഒരു കാരണവശാലും വഖഫ് ബോർഡിന്റെ ഇത്തരത്തിലുള്ള പിടിവാശി SNDP യോഗം നിലനിൽക്കുന്നിടത്തോളം കാലം നടപ്പിലാക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് ആവശ്യമില്ല. കാര്യം സാധാരണ പള്ളിക്കാരാകുമ്പോൾ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും നിങ്ങളൊക്കെ കുറച്ച് സമാധാനകാംക്ഷികളാണ്. ഞങ്ങളൊക്കെ അത്ര വലിയ സമാധാനകാംക്ഷികളല്ല. ഞങ്ങളോട് മോശമായി കാണിച്ചാൽ തിരിച്ച് ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതാണ്. ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുവാനോ ഇത് കേരളത്തിൽ നടപ്പിലാക്കുവാനോ SNDP യോഗവും യൂത്ത് മൂവ്മെന്റ് ഉൾപ്പെടെ വനിതാ സംഘം ഉൾപ്പെടെ എല്ലാ പോഷക സംഘടനകളും SNDP യോഗത്തിന് മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കേരളത്തിനും പുറത്തുമുള്ള സംഘടനാ സംവിധാനം മുഴുവൻ മുൻപത്തുകാരോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ എളിയ വാക്കിൽ നിന്നു. നന്ദി, നമസ്കാരം. ശരിക്കും 10,000 അണിചേർന്ന ഒരു മനുഷ്യമതി ഇവിടെ കണ്ടു. SNDP യോഗത്തിൻ്റെ സമാദരണീയനായ നേതാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ തുറന്ന വാഹനത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവരെ അഭിവാദ്യം ചെയ്ത് സഞ്ചരിച്ചപ്പോൾ ഞാൻ ആ വണ്ടിയിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യമതിലിൽ അണിചേർന്ന ജനവിഭാഗങ്ങളുടെ മുഖത്ത് കണ്ട പ്രത്യാശ ഞങ്ങൾക്കേറെ ആവേശം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞങ്ങളെ സംരക്ഷിക്കാൻ SNDP യോഗം എന്ന മഹത്തായ പ്രസ്ഥാനമുണ്ടല്ലോ എന്ന തിരിച്ചറിവ് അവരുടെ പ്രത്യാശയുടെ സാന്ത്വനത്തിൻ്റെ പ്രകടനമായി അവരുടെ മുഖത്തുനിന്ന് വായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത്ഭുതകരമായിരുന്നു. ഇത്രയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു മനുഷ്യമതിൽ നിർമ്മിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ വരുമ്പോൾ അത്രമാത്രം ഗംഭീരമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത വൈപ്പിൻ യൂണിയനെയും അതിനോട് സഹകരിച്ച പ്രാന്തപ്രദേശങ്ങളിലുള്ള മറ്റു യൂണിയനുകളെയും ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ തുഷാർജി പറഞ്ഞതുപോലെ തന്നെ ഇത് മുൻപത്തെ പ്രശ്നം ഒരൊറ്റപ്പെട്ട പ്രശ്നമല്ല. ഇത് ഇന്ത്യയിലെമ്പാടും അലയടിച്ചുയരുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മുനമ്പത്ത്. കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിലാണ് ഇതുപോലെ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇവിടെ തുഷാർജി പറഞ്ഞതുപോലെ തന്നെ പണ്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളുടെയും പേരിലെല്ലാം ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തിലും അവകാശവാദം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ശ്രീപത്മനാഭൻ്റെതായിരുന്നു എന്നാണ്. ആ ശ്രീപത്മനാഭൻ്റെ ഭൂമി ശ്രീപത്മനാഭന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാലോ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ പുരാണവും ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞ് നിർമ്മിച്ചതാണെന്നാണ്. അപ്പോൾ പരശുരാമൻ്റെ ആളുകൾക്ക് ഇതുണ്ടാക്കിയ ആളുകളുടെ പിൻഗാമികൾ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഭൂമിയുടെ അവകാശമുണ്ട് എന്ന് പറഞ്ഞാലോ. ഇപ്പം നിരർത്ഥകമായ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ഈ രാജ്യത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതൊന്നും പറയാറില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും മതം മാത്രം തലയ്ക്ക് പിടിച്ചിട്ടുള്ള, ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ അപഗ്രഥിക്കാനും പഠിക്കാനും കഴിയാത്ത ആളുകളെല്ലാം മതം ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും മതം മാത്രം ലക്ഷ്യമാക്കുന്ന ചില ആളുകളാണ് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം വിഭജിക്കപ്പെട്ടു. അങ്ങനെ വിഭജിക്കപ്പെട്ടപ്പോൾ ഈ രാജ്യം, നമ്മളുടെ നാട് മതേതര രാജ്യമായി. എന്നാൽ വിഭജിക്കപ്പെട്ട മറ്റു രാജ്യമോ
ഒരു ഇസ്ലാമിക രാജ്യമായി പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ അവകാശം വാങ്ങിയവരങ്ങ് പോയതാണ്. അവകാശം, നമ്മൾ അച്ഛന് സ്വത്തുണ്ടെങ്കിൽ മൂത്ത മകൻ അവകാശം. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്കുള്ളത് തരാൻ പറഞ്ഞ അവകാശം വാങ്ങി പോയതാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചരിത്രത്തിൽ രണ്ട് രാജ്യങ്ങളിലെയും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം പാസ്സാക്കി. പാകിസ്ഥാനിലെ മതന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ തൊട്ടുള്ളവർ, ഇവിടുത്തെ മതന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തൊട്ടുള്ളവർ. രണ്ട് വാദഗതികൾ വന്നു. ഇവിടെയുള്ള നിങ്ങൾക്ക് പ്രത്യേകമായൊരു രാജ്യം തന്ന് നിങ്ങളുടെ വിഹിതം പരിപൂർണമായിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങളിനി ഇവിടെ താമസിക്കേണ്ട, എല്ലാവരും അങ്ങോട്ട് പോയിക്കൊള്ളാനുള്ള വാദഗതി വന്നു. പക്ഷേ നമ്മുടെ ദേശീയ നേതാക്കന്മാർ സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരായിരുന്നത് കൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ പോകണ്ട, പോയവർ പോയാൽ മതി, ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ സ്വതന്ത്രമായ ചിന്തകളെ ഏത് രൂപത്തിലാണ് ഈ രാജ്യത്തെ മതമൗലികവാദികൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിയണം. കാരണം സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ച് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 6% ഇന്നത് 20% വർദ്ധിച്ചു. ചിന്താഗതി അള്ളാഹു എന്ന് പറയുന്ന കൺസെപ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ളത് കൊണ്ട് അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല, മുസ്ലിമിന് മാത്രമേ പറ്റൂ. അതാണ് മോഡിയുടെ ഒരു പരിഷ്കാരം. ഇനി വേറൊരെണ്ണം നോക്കിക്കേ, നിങ്ങളുടെ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ലത്തീൻ ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ പട്ടികജാതിക്കാരന്റെ ധീവരന്റെ മുനമ്പത്തുള്ള ചെറായിലുള്ള കണ്ണായ ഒരു ഭൂമി ഒരുത്തം വന്നിട്ട് പറയാണ് ഈ സ്ഥലം വഖഫിന് തരാമെന്ന് ഇതിന്റെ ഉടമസ്ഥനായിരുന്ന മരിച്ചുപോയ ആള് 15 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു തെളിവും വേണ്ട, 2 സാക്ഷി ഉണ്ടായാൽ മാത്രം മതിയെന്ന് അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് 2 സാക്ഷികളെ കൊണ്ടുവന്നാൽ അത് വഖഫിൻ്റെതായെന്ന്. ഇത് എന്ത് വെള്ളരിക്കാ പട്ടണമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മൻമോഹൻ സിംഗും നരസിംഹറാവു ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാര്, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാര്, കമ്മ്യൂണിസ്റ്റുകാർ അത്രയും പറയാനൊക്കെയില്ല, കാരണം അവർക്കതിനകത്ത് വലിയ റോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മോഡി കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതിയെ ഇവിടുത്തെ CPM-ഉം CPI-യും എതിർക്കുകയാണെങ്കിൽ അവര് നമ്മളെ അവരെ ശത്രുക്കളായിട്ട് അവരെയും കാണാൻ കഴിയുള്ളൂ. അതെങ്ങനെയാണെന്ന് ഇപ്പൊ വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മളുടെ വൈപ്പിൻ മേഖലയിലെ ചെറായി മുനമ്പം ഏരിയയിൽ താമസിക്കുന്ന 600-ലധികം വരുന്ന ക്രൈസ്തവ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യമായി കൊണ്ടുള്ളതാണ് ആ സമരം. അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ അത് പൂർണ്ണമായ വിജയത്തിലെത്തി എന്നുള്ള പൂർണ്ണ സന്തോഷത്തോടെ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ബഹുമാന്യനായ വൈപ്പിൻ യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ TG വിജയൻ അവരുടെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഈ യോഗം പൂർണ്ണ ഈ മനുഷ്യ ചങ്ങലയിലെ ഓരോ ജനവിഭാഗങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഈ രാജ്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ വരെ ഈ വിഷയം എത്തിക്കുവാൻ ഇവിടെ എത്തി നമ്മളോടൊപ്പം ആദ്യാവസാനം വരെ നിന്ന SNDP യോഗത്തിൻ്റെ കർമ്മധീരനായ ഉപാധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ വളരെ സ്നേഹത്തോടെ ഇവിടുത്തെ മുഴുവൻ ജനാവലിയുടെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. ആമുഖ പ്രഭാഷണം നടത്തിയ ഈ സമരത്തിന് തിരിതെളിച്ച് കടന്നു വന്ന മുനമ്പം ശാഖായോഗത്തിൻ്റെ കർമ്മധീരരായ നേതാക്കന്മാരെ പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ മുരുകൻ മാസ്റ്ററെ വളരെ സ്നേഹപൂർവ്വം കൃതജ്ഞത അറിയിക്കുന്നു. ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ SNDP യോഗത്തിൻ്റെ യൂണിയൻ സെക്രട്ടറി ശ്രീ TB ജോഷി അവരുടെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മളുടെ A to Z കാര്യങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഈ ജനതയ്ക്ക് വലിയ ഒരു പ്രതീക്ഷയുടെ തീനാമ്പ് തെളിയിച്ചുകൊണ്ടുള്ള മുഖ്യപ്രഭാഷണം നടത്തിയ SNDP യോഗത്തിൻ്റെ ഉജ്ജ്വലനായ വാഗ്മി ശ്രീ PT മന്മഥൻ മാസ്റ്റർ അവരുടെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ സന്നിഹിതരായി ഇവിടെ എത്തിയ, ഇവിടുത്തെ സമയക്കുറവ് കൊണ്ട് അവരുടെ എല്ലാവരുടെയും ആശംസ, അവരുടെ അഭിപ്രായത്തിൽ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സമ്മേളിച്ച പറവൂർ യൂണിയൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ CN രാധാകൃഷ്ണൻ സാറെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിച്ച
ഈ യോഗം വിജയിപ്പിക്കാൻ വലിയ പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത് അതിവിടെ ദൃശ്യമാക്കി തന്ന പറവൂർ യൂണിയന്റെ സെക്രട്ടറി ശ്രീ ഷൈജു മനക്കപ്പടി അവർകളെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. അവിടുത്തെ ബോർഡ് മെമ്പർമാരായ ശ്രീ ബിനു, അതുപോലെ ജയരാജ് ഉൾപ്പെടെ, അതുപോലെ ഇൻസ്പെക്ടിംഗ് ഓഫീസർ ശ്രീ ബാബു സാർ ഉൾപ്പെടെയുള്ളവരെ നമ്മുടെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ആലുവ യൂണിയന്റെ പ്രസിഡന്റ് ബഹുമാനായ സന്തോഷ് ചേട്ടനെ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ സെക്രട്ടറി ശ്രീ AN രാമചന്ദ്രൻ അവർകളെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. കോതമംഗലത്ത് നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുവാനെത്തിയ ശ്രീ സോമൻ അവർകൾ, അവിടുത്തെ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ കണയന്നൂർ യൂണിയൻ നമ്മളുടെ സമീപ യൂണിയനാണ്. ആ യൂണിയൻ്റെ സർവ്വവിധ പിന്തുണയും ഈ പരിപാടിക്കുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് യൂത്ത് മൂവ്മെൻറ്റിലൂടെ കടന്നു വന്ന കൺവീനറാണ് അദ്ദേഹം. കണയന്നൂർ യൂണിയൻ്റെ ബഹുമാന്യ കൺവീനർ MD അഭിലാഷ് അവർകളെ വളരെ സ്നേഹത്തോടെ കൃതജ്ഞത അറിയിക്കുന്നു. നമുക്കറിയാം വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള മേഖലയിൽ വളരെ കർമ്മധീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2 താരങ്ങളാണ് നമ്മളുടെ വൈപ്പിൻകരയുടെ പ്രതിനിധിയായ പ്രസിഡന്റ് KP കൃഷ്ണകുമാരി, അതുപോലെ സെക്രട്ടറി ആരാധ്യയായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്. അവർ 2 പേരെയും ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പടമുകൾ വിജയൻ അവർകളെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ ആലുവയുടെ സന്തോഷ് ബാബു അവർകളെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. വനിതാ സംഘത്തിൻ്റെ വൈപ്പിൻ യൂണിയൻ സെക്രട്ടറി ശ്രീമതി ഷീജ ഷമൂർ, പ്രസിഡന്റ് പ്രീതി എന്നിവരെ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ഈ യോഗത്തിൻ്റെ വിജയത്തിന് നമ്മൾ ഇവിടെ ഒരു വേദി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ആദ്യം നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് 2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ ഒരു വേദി ഒരുക്കാൻ തീരുമാനിച്ചത്. ഈ വേദി ഒരുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പരിപൂർണമായ പിന്തുണ നൽകിയ ഒരു സഭ നമ്മളുടെ സമീപത്തുണ്ട്. നവജ്യോതി ഹിന്ദു മഹാസഭയുടെ ശ്രീ ഭരണാധികാരികളായ ശ്രീ ഗോപാലകൃഷ്ണൻ, അതുപോലെ ഷാജി ചേട്ടൻ, രഘുചേട്ടൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ മുഴുവൻ ഭരണാധികാരികളെയും അതിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെയുള്ള നന്ദി SNDP യോഗത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ നമ്മളുടെ ഈ യോഗത്തിൻ്റെ വിജയത്തിനായി ഒന്നിച്ച് നമ്മളോടൊപ്പം ഈ പരിപാടികൾക്കെല്ലാം സഹകരണം ചെയ്യുന്ന ക്ലാസിക് സൗണ്ട്സ് സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻസ് SB കൊടുങ്ങല്ലൂർ അവരും, അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ ഭംഗിയായി നമ്മളുടെ ഈ പരിപാടി വളരെ വിജയമാക്കി തരുവാൻ സഹായിക്കുന്ന നമ്മളുടെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളോടുള്ള നന്ദി ഈ അവസരം അറിയിക്കുന്നു. ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും അതുപോലെ സൈബർ സേനയുടെ അനീഷ് ഉൾപ്പെടെയുള്ള വലിയ ഒരു സംഘം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവർക്കും ഈ പോഷക സംഘടനാ നേതാക്കൾക്ക് എല്ലാവർക്കും ഈ അവസരം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയിപ്പിക്കുവാൻ ഞങ്ങളോടൊപ്പം അഹോരാത്രം പ്രയത്നിച്ച മുഴുവൻ ശാഖായോഗത്തിൻ്റെ പ്രവർത്തകരെയും, മുനമ്പം ശാഖയുടെ സനീഷും അമ്പാടിയും ദേവസ്വം മാനേജർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഡെനീഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഹോദരങ്ങളോടുള്ള നന്ദിയും ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ.